നിമിഷപ്രിയക്ക് നൂറെ ഹബീബ് മജ്ലിസിൽ ദുആ ചെയ്തു ആശ്വാസവാർത്ത. അത് നമ്മൾ പറയണ്ട. അൽഹംദുലില്ലാഹ്. എന്തായാലും ഫസ്റ്റ് നമ്മളാണ് അതിന് തുടക്കം കുറിച്ചത്. അൽഹംദുലില്ലാഹ്. കാന്തൂർ ഉസ്താദ് ഇടപെട്ടു. അല്ലാഹു അർഹമായ ഫദിൽ അല്ലാഹു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. എന്തായാലും ഫസ്റ്റ് നമ്മളാണ് അതിന് തുടക്കം കുറിച്ചത്. അൽഹംദുലില്ലാഹ്. കാന്തൂർ ഉസ്താദ് ഇടപെട്ടു. അല്ലാഹു അർഹമായ ഫദിൽ അല്ലാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. എന്നോട് ചില ആൾക്കാർ ചോദിച്ചു, നിങ്ങളേതാ സംഘടന? ഒന്ന് ഏപ്പിക്കാരനാണ് ഏപ്പിക്കാരനാണ് ഈക്കക്കാരനാണ്. എനിക്ക് രണ്ടു കൂട്ടരും വേണം. ഞാനിന് വാദിക്കാനൊന്നും പോവില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ എല്ലാ ജാതിയും വരും. ചില ആൾക്കാരിനോട് നിങ്ങളുടെ പാർട്ടി ഏതാണ്? ഞാൻ എല്ലാ പാർട്ടിയിലും ഉണ്ടാറ്. അങ്ങനെ തന്നെ വേണ്ടത് അല്ലേ? നിങ്ങളെ അഭിപ്രായം എന്താ? ഞാൻ ഇതിൻ്റെ അകത്ത് ഏപ്പിക്കാർ വരും, ഈക്കക്കാർ, ഇതിൻ്റെ അകത്ത് എല്ലാവരും വരും. അതല്ല നമ്മൾ വേണ്ടത്. നമുക്ക് എല്ലാവരും വേണ്ട അല്ലേ? ഓരോ പൈസ മാത്രം വാങ്ങി പോക്കറ്റിലില്ല, എന്നിട്ട് ഓരോ കുറ്റം. അതൊന്നും പറ്റില്ല. എല്ലാവരും വേണം. നമുക്ക് എല്ലാവരും വേണം അല്ലേ? വേണം ഹാമിദ, എനക്കെല്ലാവരും വേണം. എല്ലാവരുടെയും പൈസയാണ് വേണ്ടത്, ആളുകളെ ഒന്നുമല്ല ഹാമിദിന് വേണ്ടത്. ഹാമിദ് ആ സംസാരത്തിൽ തന്നെ അത് പറയുകയും ചെയ്തു. AP ആണോ EK ആണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂല. കാര്യം അവിടെ AP-ക്കാരും വരുന്നുണ്ട്, EK-ക്കാരും വരുന്നുണ്ട്. അതായത് സമസ്തക്കാർ അവരെ പോകുള്ളൂ. അല്ലാതെ തൗഹീദുള്ളവരൊന്നും അവിടേക്ക് പോകൂല. അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. തൗഹീദുള്ളവർക്ക് അവരുടെ വീട്ടിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മസ്ജിദും തന്നെ ഇഷ്ടം പോലെ അവർക്ക് ദുനിയാവും ആഖിറവും അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഹാമിദ് പറയുന്നത് AP-ക്കാരും വരുന്നുണ്ട്, EK-ക്കാരും വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരാളുടെ ആളാണെന്ന് ഒറ്റയ്ക്ക് പറയുന്നില്ല. എന്നാ ഒരു AP വിഭാഗം ഒരു മുസ്ലിയാരെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രോഗ്രാമിൽ ഇരുത്ത് ഹാമിദെ, ഒന്ന് കാണട്ടെ. AP വിഭാഗം, അതായത് കാന്തപുരം സമസ്തയുടെ ഒരു നേതാവായിരിക്കണം. അങ്ങനെ ഒരാൾ എനിക്ക് കൊടുത്തിട്ട് അവിടെ ഇരുത്താൻ പറ്റുമോ? അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കൊടുന്നല്ലോ. AP ഉസ്താദിനെ കൊണ്ടുവരണമെന്നൊന്നും പറയുന്നില്ല, AP ഉസ്താദിൻ്റെ മകനെയും പറയുന്നില്ല, പേരോടിനെ കൊണ്ടുവരാലോ അല്ലേ? അതുപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് അവിടെ കൊണ്ടുവന്ന് ഇരുത്തൂല. പിന്നെ ഹാമിദ് പറഞ്ഞത് നിമിഷപ്രിയയുടെ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. ഹാമിദ് പറഞ്ഞത് ഒരു പാർട്ടിയിലും ഇല്ല, എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്നുള്ളൊരു തോതിലാണ് സംസാരിച്ചത്. അത് ഇത്രേ ഉള്ളൂ. അവിടെ ഏത് പാർട്ടിക്കാർ പോയാലും ഒരു എമൗണ്ട് കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ പാർട്ടിക്കാർ അവൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലോ എന്ന് ഭയന്നുകൊണ്ട് എല്ലാ പാർട്ടിക്കാർക്കും ഒരു എമൗണ്ട് വെച്ചിട്ടോ റെസീറ്റ് കുറ്റി കൊടുത്താൽ അതിൽ എഴുതി കൊടുക്കും. അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ എല്ലാ പാർട്ടിക്കാരെയും സന്തോഷിപ്പിച്ചാലേ ഇതുപോലെയുള്ള തട്ടിപ്പോയിട്ട് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അതുപോലെ AP EK അത് ഭിന്നത കാണിച്ചാൽ ആളെണ്ണം കുറയും, ഫണ്ട് കുറയും, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. ഇനി നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇയാൾ പറയുന്നത് ആദ്യം തുടക്കട്ടത് ഇയാളാണ് എന്നുള്ളതാണ്. ഹാമിദ് ആറ്റക്കോയാണ് നിമിഷപ്രിയ വിഷയത്തിൽ തുടക്കട്ട് എന്നാണ് ഹാമിദ് നിമിഷപ്രിയ ഒരു മനുഷ്യനെ മയക്കുമരുന്ന് അമിത ഡോസിൽ കുത്തിവെച്ച് കൊല്ലുകയും അതിനുശേഷം 110 കഷ്ണങ്ങളായി വെട്ടി കഷ്ണമാക്കുകയും അതിനുശേഷം പോളിത്തീൻ കവറിലാക്കിക്കൊണ്ട് ജലസംഭരണിയിൽ മനുഷ്യർ കുടിക്കുന്ന വെള്ള സംഭരണിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്തത് എന്നാണ് ഹാമിദ്. അതിനുശേഷം നിമിഷപ്രിയയെ പിടിക്കുന്നത്, പോലീസ് പിടിക്കുന്നത് എവിടെ വെച്ചാണ് പിടിക്കുന്നത്? ഇത് നടക്കുന്നത് എവിടെയാണ്? അതിനുശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് അതിനു മുമ്പ് 2018 കോടതി വിധിക്കുന്നത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയാണ്. അവിടുത്തെ നിയമപ്രകാരം വിദേശിയായ ഒരാളെ തൂക്കിലേറ്റുക എന്നുള്ളതാണ്. ഈ റേപ്പ് ചെയ്യുന്ന ചെറിയ കുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നവരെ അവർ വെടിവെച്ച് കൊല്ലുന്ന ഒരു സിസ്റ്റമൊക്കെ യമനിലുണ്ട്. അതുപോലെ തന്നെ തലവെട്ട് സിസ്റ്റം അവരുടെ അടുത്തുണ്ട്. അത് നാട്ടുകാർക്കാണ് എന്നുള്ളതൊക്കെയാണ് അറിവ്. എന്തായാലും വിദേശിയായ ഒരാളെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് അവിടെ ഇന്ന് കണ്ടുവരുന്നൊരു കാര്യമുള്ളത്. അങ്ങനെയെങ്കിൽ 2018 നിമിഷപ്രിയയെ തൂക്കിലേറ്റാൻ വിധിച്ചിരുന്നു. അത് ഹാമിദ് കണ്ടിരുന്നു. പിന്നീട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അതിനുശേഷം സുപ്രീം കോർട്ടിൽ യമനിലെ സുപ്രീം കോടതിയിൽ അതെത്തുകയും അതിനുശേഷം യമൻ പ്രസിഡന്റ് ദയാഹർജി തള്ളുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് നിമിഷപ്രിയയെ തൂക്കിലേറ്റുവാനുള്ള ഡേറ്റ് കോടതി നിശ്ചയിച്ചുകൊണ്ട് ജയിലധികൃതർക്ക് നൽകുന്നത്. അതിനുശേഷമാണ് ഇതിത്ര വ്യാപകമായിട്ട് പുറത്തു വരുന്നത്. ഞാൻ ഈ വിഷയത്തിൽ വർഷങ്ങൾ മുമ്പേ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ അവസ്ഥ സംബന്ധിച്ചുകൊണ്ട് പല വീഡിയോകൾ ചെയ്യുമ്പോൾ ഈ കള്ളക്കറാമത്തുകാരോട് പറയാറുണ്ട്, ആ നിമിഷപ്രിയനെ ഒന്ന് രക്ഷിച്ചൂടെ, ആ അബ്ദുറഹീമിനെ ഒന്ന് രക്ഷിച്ചൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നിമിഷപ്രിയ ഒരു
അപകടത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്, അറിയാതെ സംഭവിച്ചൊരു കയ്യബദ്ധത്തിൻ്റെ ഭാഗമായിക്കൊണ്ടൊന്നുമല്ല, കരുതിക്കൂട്ടി ഒരു യുവാവിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊല്ലുകയും കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കുകയാണ് ചെയ്തത്. ഇനി തലാൽ അബ്ദു മഹദി എന്ന് പറയുന്ന ആ ആളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബന്ധുവല്ല, അവരുടെ സഹോദരങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് നിമിഷപ്രിയയുടെ അമ്മ നിലവിൽ യമനിലുണ്ട്. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ കുടുംബത്തിന്, അവരുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾക്ക് മാപ്പ് നൽകാം. അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാപ്പ് നൽകിയാൽ അതിലൊരു തെറ്റുമില്ല. അതാണ് ഇസ്ലാമിക നീതിയും ന്യായവും. എന്നാൽ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ക്രൂരമായി വധിച്ചു കളഞ്ഞ, ഇത് നിമിഷപ്രിയ കൊല്ലപ്പെടണമെന്ന് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല ഇവിടെ പറയുന്നത്. നിമിഷപ്രിയ ഒരു രാജ്യത്ത് പോയി അവരുടെ പൗരനെ, ഇനിയിപ്പോൾ അവരുടെ പൗരനെ അല്ല, ഏതൊരു മനുഷ്യജീവനും അന്യായമായിട്ട് അപഹരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ വിധിക്കുന്ന ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥയാണ്. അതിന് അവരുടെ ബന്ധുക്കൾക്ക്, ഇപ്പോൾ അമ്മ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇനി ഭർത്താവുണ്ട്, മകനുണ്ട്, അവർക്കൊക്കെ പോയിട്ട് ഈ കുടുംബങ്ങളുടെ കയ്യും കാലം പിടിക്കുക. അതിലൊന്നും സംശയമില്ല. അവർക്ക് കരുണ തോന്നിക്കഴിഞ്ഞാൽ ഇവരുടെ ദിയാപ്പണം എന്ന് പറയുന്ന ബ്ലഡ് മണി കൊടുത്തിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം. ഇനി മാപ്പ് കൊടുക്കാത്ത പക്ഷം അവരുടെ ഉറച്ച തീരുമാനത്തെ നമ്മൾ ഇവിടെ നിന്നും പ്രലോഭിപ്പിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും കളിയാക്കിക്കൊണ്ടും അവരെ മറ്റൊരു തലത്തിലേക്ക് അടിച്ചു താഴ്ത്തിക്കൊണ്ട് അവരെ കൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുപ്പിക്കുക എന്നൊരു ആ ഒരു നിലപാട് അത് ഇസ്ലാമിക ശരീഅത്തിലുമില്ല. അതുപോലെ ലോകത്ത് ഒരു രാഷ്ട്രത്തിൻ്റെ നീതി വ്യവസ്ഥയിലുമില്ല. അവർക്ക് ആ കുടുംബത്തോട് മനസ്സലിവ് തോന്നി നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാം. അത് കൊടുത്തു എന്ന് കരുതിയിട്ട് തെറ്റല്ല, കൊടുത്തില്ല എന്ന് കരുതിയിട്ടും തെറ്റല്ല. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യയിലുള്ള സഹോദരന്മാരെല്ലാം എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് ക്രൂരമായൊരു ക്രൂരകൃത്യം ചെയ്ത ഒരാളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രലോഭനവുമായിട്ട് പോകുന്ന ഏത് പുരോഹിതനാണെങ്കിലും ഇനി അല്ലാത്തവരാണെങ്കിലും അതൊക്കെ ഈ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതൊക്കെ ഒന്ന് കുറക്കുക. എന്നും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ആദ്യമായിട്ട് ഞാനാണ് പ്രവർത്തിച്ചത്, സംസാരിച്ചത് എന്നൊക്കെ പറയുന്ന അറ്റകോയെ വിവരക്കേടുകൾ മാത്രമേ പറയൂ എന്ന് കരുതിക്കൊണ്ടാണെങ്കിൽ ഒരു നിവൃത്തിയില്ല. വിവരക്കേടുകൾ പറയാതിരുന്നാൽ തന്നെ എൻ്റെ തട്ടിപ്പുമായിട്ട് എനിക്ക് കുറേയൊക്കെ കാലം മുന്നോട്ട് പോകാം. ജനങ്ങൾ ബുദ്ധിയും ബോധവും ഇല്ലാത്ത കാലത്തോളം നിൻ്റെ തട്ടിപ്പുമായിട്ട് മുന്നോട്ട് പോകാം. ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും പോയിട്ട് തലട്ടിട്ട് അതൊക്കെ കണ്ട് ആക്കുന്ന അത് ഞാനാണ് എന്നുള്ള ഒരു നിലപാട് ഹാമിദെ ഒഴിവാക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. നിമിഷപ്രിയയുടെ വിഷയം, അവർ ഒരു കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ്, അവർ സമ്മതിച്ച കാര്യവുമാണ്. അവിടെ കൊല ചെയ്തു എന്നുള്ളതിനപ്പുറമായിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ അബദ്ധവശാൽ കൊല സംഭവിക്കാറുണ്ട്, പെട്ടെന്ന് കരുതിക്കൂട്ടിയല്ലാതെ കൊലകൾ സംഭവിക്കാറുണ്ട്. അതിനെല്ലാം മാപ്പും ചിലപ്പോൾ ലഭിക്കാറുണ്ട്. ഇസ്ലാമിക ശരീഅത്തിൽ ചില കൊലകൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി മാരകമായ വിഷാംശം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് അമിത ഡോസിൽ കയറ്റുകയും അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നല്ല ചെയ്തത്. 110 കഷ്ണങ്ങളായിട്ടാണ് പിന്നീട് ജലസംഭരണിയിൽ നിന്ന് തലാൽ അബ്ദു മഹദിയുടെ ശരീരം എടുക്കുന്നതെന്ന. തലാൽ അബ്ദു മഹദി നമ്മുടെ ആരുമല്ല, ഒരു അന്യനാട്ടുകാരനാണ്. പക്ഷേ അയാൾ ഒരു മനുഷ്യനാണ്. നിമിഷപ്രിയയും ഒരു മനുഷ്യ സ്ത്രീയാണ്. നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കണമെന്നുണ്ട്. പക്ഷേ നിമിഷപ്രിയ ഇവിടെ ഇരയല്ല. എല്ലാവരും പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയയെ ഇരയാക്കുന്നുണ്ട്. നമ്മൾ നിമിഷപ്രിയയെ കൊല്ലണമെന്നല്ല പറയുന്നത്. നിമിഷപ്രിയ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നുമല്ല പറയുന്നത്. ഒരാൾക്ക് നീതി ലഭിക്കണം എന്നുള്ള നീതിബോധത്തിൽ നിന്ന് മാത്രമാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ മൊയ്ലിയാക്കന്മാർ വല്ലാണ്ട് തുളുമണ്ട എന്നാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണാർക്കാട്.